ഉഭയസമ്മത പ്രകാരമായുള്ള ലൈംഗിക ബന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ബന്ധം കൈപ്പാർജിക്കുമ്പോൾ അതൊരു റേപ്പ് അക്യൂസേഷനായി മാറുകയാണെങ്കിൽ അത് വിചാരണ അർഹിക്കാത്ത ഒരു ആരോപണമാണെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധികളുള്ളത്. ഒന്നിലധികം വിധികൾ അതിലേക്ക് നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയും. പക്ഷേ ഇതുപോലെ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് ആണ് ഇവിടെ വസ്തുതാപരമായിട്ട് ശരിയായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാം എന്ന ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി ഈ നവംബർ മാസത്തിൽ ഒരു വിധിയിലൂടെ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ ഇതുപോലെ ശാരീരികമായി ദുരുപയോഗം ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി ആ ഉദ്ദേശത്തോടുകൂടി മാത്രം ഇത്തരത്തിലൊരു വിവാഹ ഓഫർ നൽകി അങ്ങനെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പരാതി കൊടുക്കുന്ന വേളയിൽ ആ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജിൻ്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നത് ഒരു ഒഫൻസായിട്ട് നിൽക്കും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധം പിന്നീട് കൈപ്പാർജിക്കുന്ന സമയത്ത് അത് നിലനിൽക്കുകയില്ല എന്ന് ബോധ്യമാകുന്ന സമയത്ത് ഒരു കാലത്ത് സന്തോഷത്തോടുകൂടി സ്വമനസാലെ അത്തരത്തിലൊരു ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റേപ്പിൻ്റെ അക്യൂസേഷൻ അവിടെ നിയമപരമായിട്ട് നിലനിൽക്കില്ല. 2025 സമാധാൻ കേസിലും സുപ്രീം കോടതി നവംബർ 2025 ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോൾസ് മാരേജ് ആ ഒരു പ്രോമിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വിഷയം കൂടെ ഉള്ളത് ആ വ്യക്തി വിവാഹിതയാണോ അല്ലയോ എന്നുള്ളതാണ്. ഒരു വിവാഹിതനായിട്ടുള്ള വ്യക്തി ആ വിവാഹബന്ധം മറച്ചു വെച്ചുകൊണ്ട് ശാരീരികമായി ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടി ഒരു വിവാഹ ഓഫർ നൽകിക്കൊണ്ട് പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് പീഡന എന്ന് പറയുന്ന ഒരു റേപ്പ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് അവിടെ നിലനിൽക്കും. അതുപോലെ തന്നെ ഇരയായി മാറിയ വ്യക്തി വിവാഹിതയാണ് എന്നുണ്ടെങ്കിൽ വിവാഹിതയാണ് ഒരു നിയമപരമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അവർക്ക് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുവാൻ കഴിയുകയില്ല എന്നതും സെറ്റിൽഡ് ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധികളിലൂടെ നിയതമാക്കപ്പെട്ട നിയമമാണ്. നഈം അഹമ്മദ് കേസിൽ 2023 ജസ്റ്റിസ് ബേല ത്രിവേദിയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. പിന്നീട് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയുടെയും വിധി വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ. അപ്പോൾ ഈ മാരിറ്റൽ സ്റ്റാറ്റസ് ഡിഫാക്ടോ കംപ്ലൈനൻ്റ് പരാതിക്കാരിയുടെ മാരിറ്റൽ സ്റ്റേറ്റസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുറ്റാരോപിതൻ്റെ മാരിറ്റൽ സ്റ്റേറ്റസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യമേ തന്നെ ഇത്തരത്തിലൊരു ഉദ്ദേശത്തോടുകൂടി നിരന്തരം ഇത്തരത്തിലുള്ള കൃത്യത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പീഡനം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വിചാരണ വഴി സ്ഥാപിക്കപ്പെടേണ്ടതാണ്.